ിനെ പുതുക്കുകയും ഈ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജീവിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമാണ് ഓരോ മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷ വഴിയായി നാം പരിശ്രമിക്കേണ്ടത്. ഈ മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്ന ആത്മാഭിഷേകം, അതിനെ സംബന്ധിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇത് ആത്മാഭിഷേകം എന്നതിനേക്കാൾ ദൈവശക്തിയെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്: പിതാവ് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവനിൽ ആവസിച്ച ദൈവത്തിൻ്റെ ശക്തി തിരുസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ഈ ലൗകിക ജീവിത വ്യാപാരങ്ങൾക്കിടയിൽ, എൻ്റെ കുടുംബത്തിനിടയിൽ, എൻ്റെ ജീവിത വ്യാപാരങ്ങളിലെ വിവിധ